വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം സാക്ഷാത്കരിക്കുന്നതോടുകൂടി നിരവധി മേഖലകളിലുള്ള മാറ്റങ്ങളാണ്. വിനോദസഞ്ചാര മേഖലയ്ക്ക് വലിയ ഉണർവുണ്ടാകുന്നു. കേരളത്തിൻ്റെതായ തനത് കരകൗശല വസ്തുക്കൾ, കേരളത്തിൻ്റെതായ ഉൽപ്പന്നങ്ങൾ, ഭൗമസൂചികയിൽ ഇടം പിടിച്ച വസ്തുക്കൾ തുടങ്ങിയെല്ലാം വിപണന സാധ്യതകൾ ഏറുകയാണ്. പലരുടെയും നിർമ്മിതികൾ വ്യവസായ സാധ്യതകൾ കണ്ടെത്തുന്നു. ഈ നിർമ്മിതികൾ കടൽ കടന്ന് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് എളുപ്പത്തിൽ എത്തിക്കാനുള്ള സംവിധാനം ഇതോടുകൂടി ഉണ്ടാകുന്നു. തൊട്ടടുത്തുള്ള പെട്ടിക്കടകളിൽ പോലും ഉത്തരേന്ത്യക്കാരോ വിദേശികളോ ഒക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള സാധനങ്ങൾ ലഭ്യമാക്കുക എന്നത് മറ്റൊരു സാധ്യതയാണ്. അങ്ങനെ ലഭ്യമാക്കുന്നത് വഴി അവിടെ വന്നിറങ്ങുന്ന മനുഷ്യരിലേക്ക് കച്ചവടം എത്തിക്കാൻ കഴിയുകയും അവിടെ സ്ഥിരമായി താമസിക്കാൻ പോകുന്ന ജീവനക്കാർക്ക് സാധനങ്ങൾ, പച്ചക്കറികൾ അടക്കമുള്ളവ എത്തിക്കാൻ കഴിയുകയും ചെയ്യുന്ന മറ്റൊരു സാധ്യത തുറക്കുന്നു. ഇതൊന്നുമല്ല എങ്കിൽ വിഴിഞ്ഞത്ത് സ്ഥലം ഉള്ളവർ കെട്ടിടങ്ങൾ കെട്ടി ജീവനക്കാർക്ക് താമസിക്കാനുള്ള ഇടങ്ങൾ വാടകയ്ക്ക് നൽകാൻ ഒരുങ്ങുന്നു. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് തന്നെ അവിടെ വന്നുകൊണ്ടേയിരിക്കുന്നു. ഈ മേഖലകളിലൊക്കെയാണ് വികസനം സാധ്യമാവുക. ഇതിലുമേറെ ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞു എങ്കിലും വികസന സാധ്യത കടലോളം തന്നെയാണ്. അല്ലേ അനന്തൻ? മോത്തി, അതൊക്കെ ഭാവിയിൽ വരാനിരിക്കുന്ന നമ്മുടെ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാകേണ്ട സ്വപ്നങ്ങളുമാണ്. ഈ ഒരുപാട് വികസനം ഈ നാടിനെ കാത്തിരിക്കുന്നുണ്ട്. ഇത് ഈ തുറമുഖത്തിന്റെ പ്രാരംഭ എന്ന് തന്നെ പറയാം. അത് തുടങ്ങിയത് തന്നെ വലിയ ഭാഗ്യം. അത് യാഥാർത്ഥ്യമായത് നമ്മുടെ നാട്ടിൻ്റെ വികസനത്തിലേക്കുള്ള ഒരു തുറമുഖത്തിനാണ് നമ്മൾ ഒരു ഓപ്പണിംഗ് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നിലവിലിപ്പോൾ ഈ വിഴിഞ്ഞം തുറമുഖത്ത് ട്രാൻസ്ഷിപ്മെന്റ് മാത്രമാണ് നടക്കുന്നത്. മദർഷിപ്പ് വരുന്നു, വലിയ വലിയ ചരക്കുകൾ ഇറക്കുന്നു, കപ്പലുകൾ തന്നെ വന്ന് ഈ ചരക്കുകൾ എടുത്ത് ലോകത്തിന്റെ പല ഭാഗത്തേക്ക്, രാജ്യത്തിന്റെ പല ഭാഗത്തേക്ക് പോകുന്നു. ആ ഇടപാട് മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്നത് റോഡ് മാർഗമുള്ള ചരക്ക് ഗതാഗതം, അതായത് വിഴിഞ്ഞം പോർട്ടിലേക്ക് മദർഷിപ്പിൽ വരുന്ന കണ്ടെയ്നറുകൾ റോഡ് മാർഗം രാജ്യത്തിന്റെ പല ഭാഗത്തേക്കും പോകേണ്ടതുണ്ട്. അതിനുവേണ്ടി റോഡ് ഗതാഗതം തയ്യാറാകണം, അതിനൊപ്പം തന്നെ റെയിൽ ഗതാഗതം തയ്യാറാക്കണം. അതൊക്കെ വളരെ വേഗം ഇനി സാധ്യമാകും. നമുക്ക് ഈ തുറമുഖമായിരുന്നു യാഥാർത്ഥ്യമാകേണ്ടിയിരുന്നത്. എത്രയോ വർഷം സ്വപ്നം കണ്ട ഒരു പദ്ധതിയാണ്. നൂറ്റാണ്ടുകളായി നമ്മൾ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്ന, എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രാജാക്കന്മാരൊക്കെ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു തുറമുഖം, അത് പിന്നീട് എന്നോ നമുക്ക് നഷ്ടമായി. അത് വീണ്ടും എത്രയോ കാലത്തെ കഠിന പ്രയത്നത്തിനൊടുവിൽ അത് യാഥാർത്ഥ്യമായിരിക്കുന്നു. ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ പ്രധാനമന്ത്രി ഈ വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കാൻ. അതിനുവേണ്ടുന്ന ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. ഞാൻ നിൽക്കുന്നത് വിഴിഞ്ഞം മുസ്ലിം പള്ളിയുടെ ആ മുറ്റത്താണ്. ഇവിടെ ഇപ്പോൾ മാധ്യമപ്രവർത്തകരെ മാത്രമേ പ്രവേശിപ്പിച്ചിട്ടുള്ളൂ. നാട്ടുകാരൊക്കെ ഒരുപാട് പേര് ഇവിടേക്ക് വന്നിട്ട് ഇവിടെ നിന്നാൽ ഈ ചടങ്ങ് കാണാൻ പറ്റില്ല. പക്ഷേ പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്റർ വ്യൂഹം ഈ വിഴിഞ്ഞം തുറമുഖത്തിലേക്ക് വരുന്ന ആ ഒരു അപൂർവ ദൃശ്യം കാണാൻ കഴിയും. ആ വ്യോമസേനയുടെ അകമ്പടിയോടെ പ്രധാനമന്ത്രി വിഴിഞ്ഞത്തേക്ക് ഈ ആകാശത്തിലൂടെ കടന്ന് ആ തുറമുഖം, നമുക്ക് ഈ ദൃശ്യം, ഈ ക്യാമറയിൽ കാണുന്ന തുറമുഖത്തിന്റെ ഹെലിപാഡിലേക്ക് ഇറങ്ങുന്നത് നമുക്ക് അതിഗംഭീരമായി ഇവിടെ നിന്ന് കാണാൻ കഴിയും. മാതൃഭൂമി ന്യൂസിന്റെ ക്യാമറയിലൂടെ അത് കാണാൻ കഴിയും. അതിനൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഒരു കപ്പലുകൾ കൊണ്ട് കോട്ട കെട്ടിയ ഒരു കടലാണ്. വിഴിഞ്ഞം അറബിക്കടലിന്റെ തീരത്തുള്ള തുറമുഖമാണ്. നമ്മൾ ഒരു സംഘർഷ മുനമ്പിൽ നിൽക്കുകയാണ് രാജ്യം. അതുകൊണ്ട് തന്നെ നേവിയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും കപ്പലുകൾ ഇവിടെ സുരക്ഷാ കോട്ട കെട്ടിയിരിക്കുന്നു. എങ്ങോട്ട് നോക്കിയാലും ഒരകലത്തിൽ ഓരോ അകലം വിട്ട് കപ്പലുകൾ കിടക്കുന്നുണ്ട്. അതിനിടയിലൂടെ മത്സ്യബന്ധന ബോട്ടുകൾ വിഴിഞ്ഞം ഹാർബറിലേക്ക് വരുന്നുണ്ട്. അതിനിടയിൽ കോസ്റ്റ് ഗാർഡിന്റെ ചെറിയ ബോട്ട് ഇവിടെ പട്രോളിംഗ് നടത്തുന്നുണ്ട്. ഇതിനൊപ്പം തന്നെ ഹെലികോപ്റ്ററിന്റെ നിരീക്ഷണവും അല്പസമയം കഴിയുമ്പോൾ ഉണ്ടാകും. നാട്ടുകാരിൽ പലരൊക്കെ ഇങ്ങോട്ട് ഈ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു പോയിന്റിലേക്ക് അവരെ കടത്തിവിടുന്നില്ല. കാരണം ഇവിടെ തന്ത്രപ്രധാനമായൊരു മേഖലയാണ്. വിഴിഞ്ഞം പോർട്ട് മുഴുവൻ കവർ ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് സുരക്ഷാ പ്രശ്നങ്ങൾ ഇവിടെ നിൽക്കുമ്പോഴുണ്ട്. അതുകൊണ്ടാണ് പോലീസിനെ ഇവിടെ വിന്യസിച്ച് മാധ്യമപ്രവർത്തകരെ മാത്രം, അവർക്ക് ആ തുറമുഖത്തിന്റെ പൂർണ്ണ രൂപത്തിലുള്ള ദൃശ്യം പകർത്താൻ വേണ്ടി മാത്രം ഇവിടെ നിർത്തിയിരിക്കുന്നത്. ഏതായാലും ഒരുപാട് പ്രതീക്ഷകൾ പ്രധാനമന്ത്രിയുടെ വരവുമായി ബന്ധപ്പെട്ട് രാജ്യം പ്രതീക്ഷിക്കുന്നുണ്ട്. കൂടുതൽ വികസന പദ്ധതികളുടെ പ്രഖ്യാപനം ഇവിടെ നിന്നുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനൊപ്പം പാകിസ്ഥാനുമായുള്ള നമ്മുടെ സംഘർഷം, ആ മുനമ്പിൽ നിന്നുകൊണ്ട് പ്രധാനമന്ത്രി ഇവിടെ നിന്ന് അഭിസംബോധന ചെയ്യുമ്പോൾ ലോകത്തിന്റെ ആകെ കണ്ണുകൾ പ്രധാനമന്ത്രിയിലാകും. അപ്പോൾ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. കാരണം ആ കാശ്മീരിൽ നടന്ന അക്രമത്തിൽ നമ്മളുടെ ഒരു സഹോദരനും, മലയാളിയായ നമ്മളുടെ സഹോദരനും കൊല്ലപ്പെട്ടതാണ്, രക്തസാക്ഷിയായതാണ്. അതുകൊണ്ട് തന്നെ ആ മണ്ണിൽ നിന്നുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തിന്റെ വികസന കുതിപ്പിന് ഒരു മുന്നേറ്റമുണ്ടാക്കുന്ന തുറമുഖ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത്. രാജ്ഭവനിൽ നിന്ന് കൃത്യം 9:45
പ്രധാനമന്ത്രി പുറപ്പെടും. പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലേക്കാണ് അദ്ദേഹം വാഹന വ്യൂഹത്തിൽ എത്തുക. അവിടെ നിന്ന് ഹെലികോപ്റ്റർ മാർഗം വിഴിഞ്ഞത്തേക്ക് വരും. ആ ഒരു ആകാശ ദൃശ്യം കാണാൻ വേണ്ടിയാണ് മാതൃഭൂമി ന്യൂസിന്റെ ഈ ക്യാമറ തുറന്നു വെച്ചിരിക്കുന്നത്. വിഴിഞ്ഞത്തിന്റെ തിരുവനന്തപുരം നഗരം ക്രോസ് ചെയ്തുകൊണ്ട് വിഴിഞ്ഞത്തിന്റെ ഈ തുറമുഖത്തെ ഹെലിപ്പാഡിലേക്ക് പ്രധാനമന്ത്രി വന്നിറങ്ങുന്ന ആ ഒരു ആകാശത്തു നിന്നുള്ള അതിഗംഭീരമായ ദൃശ്യം അത് തീർച്ചയായിട്ടും ഒരുപക്ഷെ നിമിഷത്തിനായി നമ്മളെല്ലാം നമ്മളൊക്കെ കാത്തിരിക്കുന്നു. വികസനത്തിലേക്ക് വന്നിറങ്ങുന്ന ആ നിമിഷം രാജ്യത്തിന്റെ വലിയ കുതിപ്പിലൊന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. അത് മലയാളികൾക്ക്, കേരളത്തിന് കിട്ടിയ ഒരു ഭാഗ്യം കൂടിയായി നമ്മൾ കാണണം. ഈ അവസരത്തിൽ, ഈ സന്ദർഭത്തിൽ സാക്ഷിയാവാൻ നിരവധി പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ആർ അനന്തകൃഷ്ണനാണ് നമുക്ക് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.